അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഇന്ന് നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് CUET ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അതിനായി നമ്മൾ CUET ആപ്ലിക്കേഷൻ ഫോം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിലോട്ടുള്ള ലിങ്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ രജിസ്ട്രേഷൻ ഫോം CUET എന്ന് കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ ഫോമിന്റെ ആദ്യത്തെ പേജിലേക്ക് നമുക്ക് എത്തിപ്പെടാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. രജിസ്ട്രേഷനിലേക്ക് നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. രണ്ടാമത്തേത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം അതിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുകയാണ്. മൂന്നാമത്തേത് എക്സാമിനേഷൻ ഫീ അടക്കുകയാണ്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമുക്ക് ഫിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് നെയിം, നമ്മുടെ പേര്, 10th സർട്ടിഫിക്കറ്റ് 12th സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള അതേപോലെ ഇവിടെ പേര് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പായുടെയും ഉമ്മായുടെയും പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റും ജെൻഡറും നാഷണാലിറ്റിയും ഒക്കെ വരുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആരോ കാണുന്ന ബോക്സുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഓപ്ഷനുകളിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ജെൻഡറും നാഷണാലിറ്റി ഐഡന്റിറ്റി ടൈപ്പും എല്ലാം നമുക്ക് നമ്മുടെ ഇൻഫോർമേഷൻ പരിശോധിച്ചിട്ട് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഐഡന്റിറ്റി ടൈപ്പ് പാൻ കാർഡ്, സ്കൂൾ ID കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ വാലിഡ് ഐഡന്റിഫിക്കേഷൻ നമ്പറിൽ എൻ്റർ ചെയ്യേണ്ടത്. വോട്ടർ ID ആണെങ്കിൽ വോട്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രസന്റ് അഡ്രസ്സിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന അഡ്രസ്സാണ് അടിച്ച് കൊടുക്കേണ്ടത്. അതിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും എല്ലാം വരുന്നതാണ്. നമ്മുടെ മൊബൈൽ നമ്പറും ഇവിടെ കൊടുക്കണം. മൊബൈൽ നമ്പർ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് OTP എടുക്കേണ്ടതായിരിക്കും. ആൾട്ടർനേറ്റ് കോണ്ടാക്ട് നമ്പറും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ പെർമനന്റ് അഡ്രസ്, നമ്മൾ മുമ്പ് കൊടുത്ത അഡ്രസ്സിനോട് സെയിം ആണ് പെർമനന്റ് അഡ്രസ് എന്നുള്ളത്. അങ്ങനെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബോക്സിൽ നമ്മൾ ടിക്ക് മാർക്ക് ഇടുക. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതേ അഡ്രസ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പാസ്വേഡ് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം, 8 അക്ഷരങ്ങൾ വേണം. മാത്രമല്ല 1 സ്പെഷ്യൽ ക്യാരക്ടർ, ഒരു അപ്പർ കേസ് ക്യാരക്ടർ, അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ക്യാരക്ടർ, ബാക്കിയുള്ളതൊക്കെ ലോവർ കേസും ആയാലും കുഴപ്പമില്ല. ഒരു ന്യൂമെറിക്കൽ വാല്യൂവും ആവശ്യമുണ്ടായിരിക്കുന്നതാണ്. അതായത് വളരെ സൂക്ഷിച്ചു വേണം പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാൻ. അത് വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കേണ്ടതുമുണ്ട്, വീണ്ടും ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യം വരുന്നതാണ്. പാസ്വേഡ് കൺഫേം ആയിട്ട് രണ്ടാമതും അടിച്ചു കൊടുക്കുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിനൊരു ആൻസർ ആയിട്ട് കൊടുക്കുക. പാസ്വേഡ് ഇനി പിന്നീട് മറന്നു പോവുകയാണെങ്കിൽ വീണ്ടും എടുക്കാൻ അത് സഹായിക്കുന്നതാണ്. സെക്യൂരിറ്റി പിൻ ഇവിടെ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന അതേപോലെ തന്നെ ഇവിടെയും അടിച്ചു കൊടുക്കുക. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഈ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റിവ്യൂ പേജിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ഒരു റിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. നമുക്ക് ഇതെല്ലാം വെരിഫൈ ചെയ്യാൻ സാധിക്കുന്ന പേജാണിത്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം വെരിഫൈ ചെയ്ത ശേഷം, ഓരോന്നും വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് ഈ ചെക്ക് ബോക്സുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അത് ചെയ്ത ശേഷം ഈ ഒരു ഡിക്ലറേഷൻ കൂടി വായിച്ച ശേഷം വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലീസ് വെരിഫൈ യുവർ ഡീറ്റെയിൽസ്, ഇഫ് യു വാണ്ട് ടു പ്രൊസീഡ് ക്ലിക്ക് OK, എൽസ് ക്ലിക്ക് ക്യാൻസൽ എന്ന ഈ ഒരു പോപ്പപ്പ് വരുന്നതാണ്. അതിൽ OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. അത് നമ്മൾ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് സെക്യൂരിറ്റി പിന്നും അടിച്ചു കൊടുത്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ നിൽക്കുന്നതോടുകൂടി
നമ്മുടെ രജിസ്ട്രേഷൻ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിന്റെ ബാക്കി കാര്യങ്ങൾ ഫിൽ ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കണ്ടിന്യൂ അപ്ലിക്കേഷൻ ഫോം എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമിന്റെ ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. OBC NCL ആണെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ കൊടുക്കുക. നിങ്ങൾ അഥവാ OBC NCL എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുമായിരിക്കും. ഇങ്ങനെ എല്ലാ ഇൻഫോർമേഷനും ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇതിൽ അവസാനം കൊടുത്തിട്ടുള്ള ഈ കോട്ട ആൻഡ് കാറ്റഗറിയും നിങ്ങളുടെ ഇൻഫോർമേഷൻ അനുസരിച്ച് ഫിൽ ചെയ്യുക. ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിൻ്റെയും ഒരു റിവ്യൂ ആണ്. ഓരോ ഭാഗം നമ്മൾ കൊടുക്കുമ്പോഴും അതിൻ്റെതായ റിവ്യൂ ഇവിടെ കാണുന്നതാണ്. ഇതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാവുന്നതാണ്. ഇനി എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണം എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് പേഴ്സണൽ ഫോം എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ നോക്കിയാൽ അടുത്ത ആപ്ലിക്കേഷൻ ഫോമിന്റെ ഭാഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ 10th റിസൾട്ട് ആണ് ആദ്യം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. റിസൾട്ട് സ്റ്റാറ്റസ് നമ്മൾ പാസ്ഡ് എന്ന് കൊടുക്കുക. പാസിംഗ് ഇയർ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ക്വാളിഫയിങ് എക്സാം, പ്ലേസ് ഓഫ് സ്കൂളിംഗ്, ടൈപ്പ് ഓഫ് സ്കൂൾ, ഗവൺമെൻറ് സ്കൂൾ ആണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ, ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ CBSE ആണെങ്കിൽ അത് എല്ലാം കൊടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽ അനുസരിച്ച് കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും, ഇനി പുറത്താണ് പഠിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ഏതെങ്കിലും ഓപ്ഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ആ ഭാഗത്തേക്ക് കേഴ്സർ എത്തുന്നതാണ്. അപ്പോൾ കേരള K എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കർണാടക, കേരള ഈ ഭാഗത്തേക്ക് വരുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്കൂൾ കോളേജ് നെയിം, സ്കൂൾ കോളേജ് പിൻകോഡ്, റോൾ നമ്പർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്ത രീതിയിൽ അതേപോലെ തന്നെ കൊടുക്കുക. റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് ആണോ ഗ്രേഡ് ആണോ ഇതിനനുസരിച്ച് കൊടുക്കുക. ഇനി പെർസെൻറ്റേജ് ആയി കൊടുക്കുമ്പോൾ മാക്സിമം മാർക്സും മാർക്സ് ഒബ്റ്റെയിൻഡും ചോദിക്കുന്നതാണ്. ടോട്ടൽ എത്രയിലാണ് മാർക്സ് എന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. 600-ലാണെങ്കിൽ അടിച്ചു കൊടുക്കുക. 600-ൽ എത്ര കിട്ടി എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ പെർസെൻറ്റേജ് കണക്ക് കൂട്ടുന്നതാണ്. ഇനി 12th അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. അതിൽ നിങ്ങൾ ഇനി ഇപ്പോൾ അപ്പിയർ ചെയ്യുകയാണ്, അതായത് ഇതുവരെ എക്സാം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പിയറിംഗ് എന്നതിൽ കൊടുക്കുക. പാസിംഗ് ഇയർ 2023 ആണെങ്കിൽ അത് കൊടുക്കുക. ക്വാളിഫയിങ് എക്സാം 12th or equivalent, പ്ലേസ് ഓഫ് സ്കൂളിംഗ്, അങ്ങനെ മുമ്പ് കൊടുത്ത പോലെ തന്നെ ഇതിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കുക. എല്ലാം അടിച്ച ശേഷം സേവ് എന്ന ഈ ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ നിങ്ങളുടെ റിസൾട്ട് മോഡ് ഗ്രേഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം ഗ്രേഡ് പോയിന്റും CGPA ഒബ്റ്റെയിൻഡും ആയിരിക്കും ചോദിക്കുന്നത്. അതും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇനി എല്ലാം കഴിഞ്ഞ ശേഷം സേവ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിന്റെ റിവ്യൂ ആണ്. അതും വെരിഫൈ ചെയ്ത ശേഷം പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ എക്സാമിനേഷൻ സെന്റർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതാണ്. 2 പ്രിഫറൻസ് ആണ് നമുക്കുള്ളത്. അതിന് ഒന്നാമത്തെ പ്രിഫറൻസ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്ത ശേഷം സേവ് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇത് വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള പേജാണ് ഇത്. അതും കഴിഞ്ഞാൽ പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ എന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക.
ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണുള്ളത്. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളതും ഏത് പ്രോഗ്രാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിൽ വളരെയധികം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് CUET-samarth.ac.in എന്ന ഈ സൈറ്റിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിലും പോയാൽ നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയുടെ പേരടിക്കുക, പേര് എൻ്റർ ചെയ്യുക. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണെങ്കിൽ യു അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് എത്താവുന്നതാണ്. അത് സെലക്ട് ചെയ്താൽ അതിൻ്റെ അടിയിലുള്ള പ്രോഗ്രാം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത ശേഷം ആഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ടേബിളിൽ നിങ്ങളുടെ ആ ഓപ്ഷൻ ഇവിടെ ആഡ് ആവുന്നതാണ്. മാത്രമല്ല അതിൻ്റെ ഒപ്പം ഈ ഒരു പ്രോഗ്രാം ലഭിക്കുന്നതിന് വേണ്ടി എഴുതേണ്ട സബ്ജക്റ്റുകൾ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെയാണ് BSc ആന്ത്രപ്പോളജിക്ക് വേണ്ടി എഴുതേണ്ട സബ്ജക്ട്സ്. ഇനി മാത്രമല്ല അതിൻ്റെ എലിജിബിലിറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്ലിക്ക് ഹിയർ എന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വേറെ തന്നെ ഒരു പേജിൽ പോകുന്നതാണ്. അതിൽ ആവശ്യമുള്ള സബ്ജക്ട്സ്, ഇനി എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻസ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ വിശദമായിട്ട് എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംശയമുണ്ടെങ്കിലും ആ എലിജിബിലിറ്റി കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത് ഒരു കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് വേറൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. ആഡ് എന്ന ഈ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് വേറൊന്നും ഇവിടെ വരുന്നതാണ്. ഏതെങ്കിലും റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ആക്ഷൻ എന്ന കോളത്തിൽ റിമൂവ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ കോഴ്സ് മാത്രം, ആ പ്രോഗ്രാം മാത്രം അവിടെ നിന്ന് പോകുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ എലിജിബിലിറ്റിയും ക്വാളിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ സെലക്ട് ചെയ്തത് അവൈലബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. ഇനി ഇതിൻ്റെ പ്രിവ്യൂ നോക്കാവുന്നതിന് വേണ്ടി ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാവുന്നതാണ്. ഇത് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ എന്ന ഈ ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് നമ്മൾ എഴുതാൻ പോകുന്ന CUET-യിൽ എഴുതാൻ പോകുന്ന സബ്ജക്റ്റുകൾ ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം അതിന് റിക്വയർ ചെയ്യുന്ന സബ്ജക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സബ്ജക്ട്സും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ ചെയ്യണം. അതായത് ടെസ്റ്റ് പേപ്പർ സബ്ജക്ട് 1, അതിൽ നമുക്ക് ഫിസിക്സ് ആണ് ആദ്യം നമ്മൾ കണ്ടത്. P നടിച്ചു കൊടുക്കുമ്പോൾ ആ ഓപ്ഷനിലേക്ക് ഫിസിക്സ് നമ്മൾ ഇവിടെ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് മീഡിയത്തിലാണ് എക്സാം എഴുതേണ്ടത് എന്ന് ഉള്ളതും ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് പേപ്പർ, രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പർ കെമിസ്ട്രി, ഇങ്ങനെ ഓരോ സബ്ജക്ട്സും നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതാണ് ഈ ഒരു പേജിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെയും ഓരോ സബ്ജക്ട്സും, നമ്മൾ എഴുതേണ്ട ഓരോ സബ്ജക്ട്സും ഇവിടെ ഓരോന്നായി എൻ്റർ ചെയ്യേണ്ടതാണ്. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കാൻ ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമം 10 സബ്ജക്റ്റ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രോഗ്രാം സെലക്ഷൻ. അതിനപ്പുറം നമുക്ക് വേറെ എഴുതാൻ പറ്റില്ല. മാക്സിമം 10 സബ്ജക്റ്റ് മാത്രമേ ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡേയ്സിൽ 3 ഷിഫ്റ്റ് ആയിട്ട് ആയിരിക്കും നടത്തുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആൻഡ് സബ്ജക്ട് ചോയ്സസ്. അപ്പോൾ ഇതാണ് ഈ ഒരു പേജ് ചെയ്യാനുള്ളത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ അഥവാ ഇനി വേറെ മൊത്തമായിട്ടും സബ്ജക്ട്സ് സെലക്ട് ആവുന്നില്ല, 10 സബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിങ്ങൾക്ക് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എല്ലാത്തിലും നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ്. എല്ലാ ഈ ഓപ്ഷൻസും ഫിൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. എന്നാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഡിക്ലറേഷൻ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ സബ്ജക്ട് സെലക്ഷൻ്റെയും ടെസ്റ്റ് പേപ്പറിൻ്റെ സെലക്ഷൻ്റെയും പ്രിവ്യൂ ഇവിടെ കാണാം, റിവ്യൂ കാണാം. നമ്മൾ സെലക്ട് ചെയ്തുള്ള പ്രോഗ്രാമുകളും ഇവിടെ കാണാം. പ്രൊസീഡ് ടു നെക്സ്റ്റ് സെലക്ഷൻ വെക്കുക.
ഇനി നമ്മളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ആദ്യം നമ്മുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുണ്ട്, നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ട്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് OBC NC എന്നുള്ള ഓപ്ഷൻ നമ്മൾ അവിടെ കൊടുത്തതുകൊണ്ട് ഇവിടെ അതും ഇവിടെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ ഓരോ ഫോർമാറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. JPG എന്ന ഫോർമാറ്റ് മാത്രമേ നമ്മുടെ ഫോട്ടോഗ്രാഫ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. സിഗ്നേച്ചറും അങ്ങനെ തന്നെ PDF ഫോർമാറ്റിലാണ് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഓരോന്നിനും സൈസ് ലിമിറ്റുകളുണ്ട്. ഫോട്ടോയുടെ സൈസ് മാക്സിമം 200 KB അപ്പുറം പോകാൻ പാടില്ല. മാത്രമല്ല സിഗ്നേച്ചറിൻ്റെതും 30 KB മേലെ പോകാൻ പാടില്ല. ഡോക്യുമെന്റുകളുടേതും 300 KB അപ്പുറം പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജസ് JPGയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും വേണം, മാത്രമല്ല കംപ്രസ് ചെയ്യുകയും വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫയൽ ചൂസ് ചെയ്തിട്ട് കംപ്രസ് സ്റ്റാർട്ട് നിൽക്കുന്നതിലൂടെ കംപ്രസ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ഇമേജിനെ JPG ആക്കുകയും ചെയ്യാം, കംപ്രസ് ചെയ്യുകയും ചെയ്യാം. എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ നിബന്ധനകൾ അനുസരിച്ച് റെഡിയാക്കിയ ശേഷം ഈ കാൻഡിഡേറ്റ്സ് ഫോട്ടോഗ്രാഫിന് നേരെ കാണുന്ന സെലക്ട് ഫയൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുന്നതോടെ സ്റ്റാർട്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. സ്റ്റാർട്ട് അപ്ലോഡ് നോക്കിയാൽ നമ്മുടെ പിക്ചർ, കാൻഡിഡേറ്റിന്റെ പിക്ചർ ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് സിഗ്നേച്ചറും കാറ്റഗറി സർട്ടിഫിക്കറ്റ് അതായത് PDF ആയിട്ടുള്ള ആ ഫയലും ഇതേപോലെ സെലക്ട് ഫയൽ നെക്കിക്കൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. പ്രൊസീഡ് ടു പ്രിവ്യൂ സെലക്ട് സെക്ഷൻ എന്ന ഈ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റിവ്യൂ പേജിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉറപ്പ് വരുത്തുക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, 12th എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, എക്സാമിനേഷൻ സെൻറ്റർ ഡീറ്റെയിൽസ്, നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രിവ്യൂ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സും ഇവിടെ വ്യൂ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഫ്രീ ഡീറ്റെയിൽസ് ഇവിടെ 700 ആണ് കാണിക്കുന്നത് 2 സബ്ജക്ട്സിന്. 2 സബ്ജക്ട്സ് മാത്രം അവിടെ കൊടുത്തതുകൊണ്ടാണ് ഇവിടെ 700 കാണിക്കുന്നത്. മൊത്തം എത്ര സബ്ജക്റ്റ് ഉണ്ട് അതിനനുസരിച്ച് ഇവിടെ അമൗണ്ട് വരുന്നതാണ്. അതുപോലെ എല്ലാം ഉറപ്പാക്കിയ ശേഷം ചെക്ക് ബോക്സുകൾ ടിക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് അപ്ലിക്കേഷൻ ഫോം എന്ന ഈ ഫോമിൽ പോയി ചെയ്യാവുന്നതാണ്. എല്ലാം കഴിഞ്ഞ ശേഷം പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഫൈനൽ സബ്മിറ്റ് പേജ്. അപ്പോൾ ഇനി ഒരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല. പേയ്മെന്റിലേക്ക് കടന്നാൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാം ഉറപ്പാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പ്രൊസീഡ് ചെയ്യുക. ഓക്കെ എന്ന ബട്ടണിൽ ചെയ്യുക. ഇനി ഇവിടെ നമ്മുടെ പേയ്മെന്റിന്റെ പ്രോസസ്സുകളാണ് ഇനി വരാൻ പോകുന്നത്. അതിന് നമ്മുടെ ഇമെയിൽ ID അവർ കൺഫേം ചെയ്യേണ്ടി വരും. അത് ചെയ്ത ശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് അനുസരിച്ച് കൊടുക്കേണ്ടതാണ്. പേയ്മെന്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ചെയ്യാനുള്ളത് വെച്ചാൽ ചെയ്യേണ്ടതാണ്. ആദ്യം നമ്മുടെ മെയിൽ ID കൺഫേം ചെയ്ത ശേഷം അത് വെരിഫൈ ചെയ്യേണ്ടി വരും. നമ്മുടെ മെയിലിലേക്ക് ഒരു കോഡ് അവർ അയച്ചിട്ടുണ്ടാകും, അത് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. ശേഷം ഈ സെക്യൂരിറ്റി പിൻ വീണ്ടും ഇവിടെ അടിച്ചു കൊടുക്കുക. അതും കഴിഞ്ഞ് വെരിഫൈ ചെയ്ത ശേഷം മെയിൽ വെരിഫിക്കേഷൻ കഴിയുന്നതാണ്. എന്നിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ട് പേയ്മെന്റും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇവിടെ അവസാനിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.